ഹായ് എവ്രിവൺ, ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞൊരു കാര്യം, ചെയ്തു കഴിഞ്ഞൊരു പ്രവൃത്തിയെ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ ഫീൽ ഇപ്പോഴും നമുക്കറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാറ്റേൺ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, വേർബിൻ്റെ മൂന്നാമത്തെ രൂപം ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, V3 ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഐ, യു, ദേ, വി ഇവയാണെങ്കിൽ ഹാവ് ആണ് ചേർക്കേണ്ടത്. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്. ഇനി സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഹാസ് ആണ് ചേർക്കേണ്ടത്. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഹാവിനും ഹാസിനും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മളിവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ഹാവും ഹാസും ഒരു സഹായക ക്രിയ ആയിട്ടാണ്, ഹെൽപ്പിംഗ് വേർബായിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഉണ്ട് എന്നൊരു അർത്ഥമാണ് ഹാവിനും ഹാസിനും ഉള്ളത്. നമുക്ക് ഹാവിൻ്റെയും ഹാസിൻ്റെയും മറ്റു ഉപയോഗങ്ങൾ കൂടി നോക്കാം. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഷീ ഹാസ് 2 ബ്രദേഴ്സ്, അവൾക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ദേ ഹാവ് എ ഹൗസ്, അവർക്കൊരു വീടുണ്ട്. ഈ സെൻറ്റൻസുകളിലൊക്കെ മെയിൻ വേർബായിട്ടാണ് ഉണ്ട്, ഉണ്ടാവുക എന്ന വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസായ ഉണ്ട് എന്ന അർത്ഥമാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത്. ഹാവും ഹാസും മെയിൻ വേർബായിട്ടാണ് ഈ സെൻറ്റൻസുകളിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഐൻ്റെ കൂടെ ഹാവും ഷീൻ്റെ കൂടെ ഹാസും ചേർത്തിട്ടുണ്ട്. ഇനി വേറെ ഉപയോഗം നോക്കാം. ഐ ഹാവ് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോവേണ്ടതുണ്ട്. ഷീ ഹാസ് ടു ഗോ ടു സ്കൂൾ അറ്റ് 8 o'clock, അവൾക്ക് 8 മണിക്ക് സ്കൂളിൽ പോവേണ്ടതുണ്ട്. ഇതുപോലെ ഹാവിൻ്റെ കൂടെ ടു ചേർത്തിട്ട് വേർബ് ചേർത്തിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഹാവിൻ്റെ കൂടെ ടു ചേർത്തിട്ട് പിന്നെ അതിലെ മെയിൻ വേർബ് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ സെൻറ്റൻസുകളിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ ചെയ്യാനുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പോവാനുണ്ട്, വരാനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഹാവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹാസിൻ്റെ കൂടെയൊക്കെ ടു ചേർത്തിട്ട് വേർബ് ചേർത്തിട്ട് പറയും. ഇതാണ് ഹാവിൻ്റെയും ഹാസിൻ്റെയും മറ്റൊരു ഉപയോഗം. ഐ ഹാവ് ടു ഗോ ഹോം, ഷീ ഹാസ് ടു ഗോ ടു സ്കൂൾ അറ്റ് 8 o'clock. ഇനി ഭക്ഷണം കഴിക്കുക, അനുഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളും ഹാവ് എന്ന വേർഡിനുണ്ട്. നമുക്ക് നോക്കാം. ലീല ഈസ് ഹാവിങ് ലഞ്ച്, ലീല ഭക്ഷണം കഴിക്കുകയാണ്, ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ലീല ഈസ് ഹാവിങ് ലഞ്ച്. ഇവിടെ ഹാവിങ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുകയാണ് എന്നാണ് പറയുന്നത്. ദേ ആർ ഹാവിങ് എ ഗുഡ് ടൈം, അവർ നല്ലൊരു സമയം ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ ഹാവിങ് എന്ന വേർബിനുള്ള അർത്ഥം. ദേ ആർ ഹാവിങ് എ ഗുഡ് ടൈം, അവർ നല്ലൊരു സമയം ആസ്വദിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു. ഇതുപോലെ പല അർത്ഥങ്ങളും പല ഉപയോഗങ്ങളുമാണ് ഹാവിനുള്ളത്. ഇതുപോലെ പല ഉപയോഗങ്ങളും ഹാവിനും ഹാസിനും ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് തിരിച്ചു വരാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാവും ഹാസും ഹെൽപ്പിംഗ് വേർബായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. മെയിൻ വേർബായിട്ട് വേറെ വേർബ് ഉണ്ടാവും. വേർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്, ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. റീഡ്, റെഡ്, റെഡ് എന്നാണ്, പക്ഷേ എഴുതുമ്പോൾ റീഡ് എന്ന് തന്നെയാണ് ഉണ്ടാവുക, ഒരേ സ്പെല്ലിംഗ് ആണ്. റീഡ്, റെഡ്, റെഡ്. അപ്പോൾ മൂന്നാമത്തെ രൂപമാണ് റെഡ് എന്നാണ് വായിക്കുക. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് എന്നൊരു അർത്ഥമാണ് ഹാവിനുള്ളത്. റെഡ് എന്ന മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാനാണ് ഇവിടെ ഹാവ് ഉപയോഗിച്ചിട്ടുള്ളത്. വി ഹാവ് ഗോൺ ടു ഡൽഹി സെവറൽ ടൈംസ്, ഞങ്ങൾ പലതവണ ഡൽഹിയിൽ പോയിട്ടുണ്ട്. വി ഹാവ് ഗോൺ, ഞങ്ങൾ പോയിട്ടുണ്ട്. ടു ഡൽഹി സെവറൽ ടൈംസ്, പലതവണ ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ടുണ്ട്. ദേ ഹാവ് കം, അവർ വന്നിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരാൾ ആരോ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമല്ലോ, അവർ വന്നിട്ടുണ്ട്, അങ്ങനെ പറയാം. ദേ ഹാവ് കം, അവർ വന്നിട്ടുണ്ട്. ഷീ ഹാസ് ഡൺ ഹെർ ഹോംവർക്ക്, അവൾ അവളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അവൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ വായിക്കാം. ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. വി ഹാവ് ഗോൺ ടു ഡൽഹി സെവറൽ ടൈംസ്, ഞങ്ങൾ പലതവണ ഡൽഹിയിൽ പോയിട്ടുണ്ട്. ദേ ഹാവ് കം, അവർ വന്നിട്ടുണ്ട്.
ഷീ ഹാസ് ഡൺ ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നിങ്ങൾക്കും സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാറ്റേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റിനനുസരിച്ച് ഹാസും ഹാവും ചേർക്കാം. പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് വേർബുകൾ അറിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വേർബ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേർബിൻ്റെ 3 രൂപങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പറയാനുള്ളത്. പ്രസൻറ്റ് ടെൻസിലെ അവസാനത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.